വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയത്ത് നമുക്ക് വജൈനയിൽ സംഭവിക്കുന്ന ഒരു ഏർലി പ്രഗ്നൻസി സിംറ്റമിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരുപാട് ആളുകൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിട്ട് പ്രഗ്നൻ്റ് ആയിട്ടുണ്ട്. അവരുടെയൊക്കെ സക്സസ് സ്റ്റോറീസ് കാണാൻ വേണ്ടിയിട്ട് ചാനൽ വിസിറ്റ് ചെയ്തതിന് ശേഷം കമ്മ്യൂണിറ്റി ടാബ് നോക്കുക കേട്ടോ. അതിൽ നിങ്ങളുടെ നാട്ടിലെ സെയിം ഹെൽത്ത് കണ്ടീഷൻസ് ഉള്ള ആളുകൾ എന്തെല്ലാം ടിപ്സാണ് ഫോളോ ചെയ്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്ന തരത്തിലുള്ള ടിപ്സ് ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ നമ്മുടെ ചാനലിൽ കമൻറ്റ് ചെയ്തിട്ട് 24 hours നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിൽ എല്ലാ ദിവസവും മൺഡേ ടു ഫ്രൈഡേ നമുക്ക് ലൈവ് ഉണ്ട് ചാനലിൽ. ഡയറക്റ്റ് നിങ്ങൾക്ക് ഇൻട്രാക്ട് ചെയ്യാവുന്നതാണ്. ഞാനുമായിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈവിലും ചോദിക്കാവുന്നതാണ് കേട്ടോ. ഇവിടെ സംസാരിക്കുന്നത് നമ്മുടെ ലാബിയയിൽ ഉണ്ടാകുന്ന ഒരു സ്വെല്ലിംഗ് ഫീലിനെ പറ്റിയിട്ടാണ്. ലാബിയ എന്ന് പറയുന്ന ഒരു പോർഷൻ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ വജൈനയുടെ ഭാഗത്തായിട്ടാണ്. വജൈനയ്ക്ക് ആ ഒരു എൻട്രൻസിന് ചുറ്റുമായിട്ട് ഒരു ലിപ്സ് പോലെ കാണപ്പെടുന്ന രണ്ട് ഭാഗങ്ങളുണ്ടല്ലോ, ലിപ്സ് പോലെ ഉണ്ടാകുന്നത്, അതിനെയാണ് ലാബിയ എന്ന് വിശേഷിപ്പിക്കുന്നത് കേട്ടോ. ആ ഒരു ഭാഗത്തിന്റെ പേരാണത്. ഇത് ഇന്നർ പോർഷനിലും ഔട്ടർ പോർഷനിലും നമുക്കുണ്ട്. ഇത് രണ്ടിലും നിങ്ങൾ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് ഒരുപാട് ചേഞ്ചസ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയത്ത് മെജോറിറ്റി ചേഞ്ചസും വിസിബിൾ ആകുന്ന ഒരു മേജർ പാർട്ട് തന്നെയാണ് നമ്മുടെ വജൈന എന്ന് പറയുന്നത്. ലാബിയയിൽ ഉണ്ടാകുന്ന വ്യത്യാസം മാത്രമല്ലാതെ നമ്മുടെ ആ ഒരു വജൈനയുടെ ഒരു ഇന്നർ പോർഷനിലെ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് കളർ ചേഞ്ചും ആ ഒരു വിസിബിൾ ആകാനായിട്ട് ഏർലി സ്റ്റേജിൽ തന്നെ സാധിക്കും കേട്ടോ. ചിലവർക്ക് അതൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിൽ നിന്നും ഒരു പർപ്പിളിന്റെ ഡാർക്ക് ഷെയ്ഡിലോട്ട് ചേഞ്ച് ആവാറുണ്ട്. ചിലർക്ക് വജൈനൽ ഡിസ്ചാർജും കൂടുതലായിട്ട് ഉണ്ടാവാറുണ്ട് കേട്ടോ. പ്രഗ്നൻസി ആകുമ്പോൾ ഇനി ലാബിയയിൽ എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാകുന്നതെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യത്തേതാണ് ഒരു സ്വെല്ലിംഗ്, അതായത് ഒരു വേദന നമുക്ക് ആ ഒരു പോർഷനിൽ കൂടുതലായിട്ട് വരിക. രണ്ടാമതായിട്ടുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഒരു പഫ്നെസ്, ഒരു എന്താ പറയുക, ഒന്ന് വീർത്തിരിക്കുന്നത് പോലെ നമുക്ക് അതിൽ വിസിബിൾ ആവുക. മൂന്നാമത്തെ ഒരു വ്യത്യാസമാണ് ഇതിന്റെ കളർ ഭയങ്കര ഡാർക്കർ ഷെയ്ഡിലോട്ട് പോവുക എന്ന് പറയുന്നത്. നമ്മൾ പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയത്ത് ഈ ഒരു എൻട്രൻസിന്റെ ഭാഗത്ത് വെച്ചിട്ട് വജൈനയിൽ നല്ലതുപോലെ ക്ലോസ്ഡ് ആവാറുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ബാക്ടീരിയാസ് ഒന്നും അകത്ത് പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ആ ഭാഗത്തെ ക്ലീനിങ് സിസ്റ്റം എല്ലാം ഭയങ്കര പ്രോംപ്റ്റ് ആയിട്ട് തന്നെ നടക്കാറുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് ഇതുപോലെ വജൈനയിൽ സ്വെല്ലിങ്ങും പഫ്നെസ്സും ഒക്കെ ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ പ്രഗ്നന്റ് അല്ലെങ്കിൽ നോക്കുക, നിങ്ങളുടെ ഒരു വജൈനൽ പോർഷൻ ഒരുപാട്, ലാബിയ പോർഷൻ ഒരുപാട് ഒരു മീഡിയം സൈസ് തിന്നായിരിക്കും. പക്ഷേ പ്രഗ്നൻസി പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വലിപ്പം കൂടുതലായിട്ട് വെക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അതുപോലെ നിങ്ങൾ യൂറിനേറ്റ് ചെയ്യുന്ന സമയത്ത്, നിങ്ങൾ യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ അല്ലാത്ത സമയത്ത് വജൈന ക്ലീൻ ചെയ്യുന്ന സമയത്തൊക്കെ ഈ ഒരു പഫ്നെസ്സിന്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തിരിച്ചറിയാം. അതുപോലെ ഒരു വേദനയും നിങ്ങൾക്ക് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ടാണ് ഇതുപോലെ വേദന ഉണ്ടാവുന്നതെന്ന് നോക്കാം. ഏറ്റവും ആദ്യത്തെ റീസൺ എന്ന് പറയുന്നത് ബ്ലഡ് ഫ്ലോ കൂടുന്നതാണ്. പ്രഗ്നന്റ് ആകുന്ന സമയത്ത് എല്ലാ ശരീര അവയവങ്ങളിലോട്ടുമുള്ള ബ്ലഡ് ഫ്ലോ കൂടും. പ്രത്യേകിച്ച് പ്രത്യുൽപാദന അവയവങ്ങളിലോട്ടുള്ള ഫ്ലോ നേരത്തെ അപേക്ഷിച്ച് ഒന്നും കൂടി കൂടാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഇത് പെൽവിക്കിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോഴേക്കും വജൈനയിൽ ബ്ലഡ് ഫ്ലോ കൂടുന്നത് കൊണ്ട് വജൈനയുടെ ആ ലാബിയ പോർഷനും അതുപോലെ എൻ്റെ ആ ഒരു ഭാഗം മൊത്തം നമുക്ക് വേദന, ഒരു അസ്വസ്ഥത ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. രണ്ടാമതായിട്ട് സംഭവിക്കുന്നത് നമ്മുടെ ഹൈജീൻ ഇഷ്യൂസിൽ ഒന്ന് പുറകോട്ട് പോകുമ്പോഴാണ്. നമ്മളിപ്പോൾ ഇൻറ്റിമേറ്റ് ഹൈജീൻ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ചെറുതായിട്ടുള്ള ഒരു ഇൻഫെക്ഷൻ ആ ഒരു ഭാഗത്ത് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. ചൊറിച്ചിൽ പോലുള്ള കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞ് നമ്മളിപ്പോൾ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു അസ്വസ്ഥത നമുക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടും പഫ്നെസ് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അടുത്ത റീസൺ ആണ് പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ചസ്. പ്രഗ്നൻസി ഹോർമോൺസിന്റെ ആ ഒരു ഹൈക്ക് ശരീരത്തിൽ ഉണ്ടാകുമ്പോഴേക്കും മറ്റ് പലതരത്തിലുള്ള മാറ്റങ്ങൾ ബോഡിയിൽ സംഭവിക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ഇൻഫെക്ഷൻസ് ഉണ്ടാകാനായിട്ടുള്ള ചാൻസസും കൂടുന്നുണ്ട്. പ്രഗ്നൻസി പോസിറ്റീവ് ആയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് നമ്മുടെ ബോഡി നന്നായിട്ട് വീക്കായിരിക്കും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അസുഖങ്ങൾ നമുക്ക് ഉണ്ടാവാനായിട്ടും ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഇത് കൂടിക്കൂടി വരുമ്പോഴേക്കും ഈ ഒരു ഹോർമോൺ ഷിഫ്റ്റ് ഉണ്ടാകുമ്പോഴേക്കും ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കൂടുതലായിട്ട് സംഭവിക്കും. അതിന്റെ ഭാഗമായി ഇതുപോലെ ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ നമുക്ക് വരുന്നത് കൊണ്ടും ഇതുപോലെ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. നാലാമത്തെ റീസൺ ആണ് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്നുണ്ടാകുന്ന മാറ്റം. നമ്മളിപ്പോൾ ജങ്ക് ഫുഡൊക്കെ കൂടുതലായിട്ട് കഴിക്കുന്നവരാണെങ്കിൽ പല ഫുഡ് ഐറ്റംസ് നമുക്ക് പല രീതിക്കായിരിക്കും ബോഡിയിൽ അഫക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ജങ്ക് ഫുഡ്സ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടും ഇതുപോലെ നിങ്ങൾക്കൊരു പഫ്നെസ്സോ അല്ലെങ്കിൽ വേദനയോ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അടുത്തൊരു റീസൺ ആണ് ഈസ്റ്റ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. പ്രഗ്നന്റ് ആകുന്ന സമയത്ത് പലർക്കും ഉണ്ടാകുന്ന ഒരു ഇൻഫെക്ഷൻ ആണ് ഈ ഈസ്റ്റ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ഹോർമോൺ ഷിഫ്റ്റ് കൊണ്ടും നമ്മുടെ ബോഡി ഒന്ന് ഇമ്മ്യൂണിറ്റി വീക്ക് ആവുന്നത് കൊണ്ടും പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻസ് നമുക്ക് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. ഈസ്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് കട്ടിയായിട്ടുള്ള ഡിസ്ചാർജും ചൊറിച്ചിലും അസ്വസ്ഥതയും ഒക്കെ നമുക്ക് ഈ ഒരു സമയത്ത് ഉണ്ടാകാം.
ഈ ചൊറിച്ചിൽ കണ്ടിന്യൂസ് ആയിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു പഫ്നെസ് ആ ഒരു ഭാഗത്ത് ഫീൽ ചെയ്യാം. അതുപോലെ യൂറിനേറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഒരു വേദന ആ ഒരു ഭാഗത്ത് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഇത്രയും റീസൺസ് കൊണ്ടാണ് പ്രധാനമായിട്ടും ആ ഒരു ഭാഗത്ത് വേദന വരുന്നത്. ഈ ലാബിയ പോർഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ എവിടെന്നെങ്കിലും ഒരു ക്ലിപ്പ് എടുത്ത് അറ്റാച്ച് ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. അത് നിങ്ങൾ നോക്കുക. കാരണം ചിലപ്പോൾ വീഡിയോയിൽ സപ്പോർട്ട് ചെയ്യുമെന്ന് അറിയില്ല, കാരണം അത് നമ്മുടെ പ്രൈവറ്റ് പാർട്ടാണല്ലോ. എന്നാലും നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ഈ ലാബിയ പോർഷൻ എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു പ്രൈവറ്റ് പാർട്ടിനകത്ത് വജൈനയ്ക്ക് മുൻപായിട്ട് നമുക്ക് ആ ഒരു മുകളിൽ സ്ഥിതി ചെയ്യുന്ന 2 ലിപ്സ് പോലുള്ള ഭാഗമാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ഇതിൽ പലർക്കും വേദനയും അസ്വസ്ഥതയും ഒക്കെ തുടക്കത്തിൽ തന്നെ കണ്ടുവരാറുണ്ട്. ഇതുണ്ടാകുന്ന സമയത്ത് നമ്മൾ പ്രത്യേകിച്ച് കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഏറ്റവും ആദ്യത്തേത്, നന്നായിട്ട് വെള്ളം കുടിക്കാനായിട്ട് നോക്കുക. ഇത് രക്തയോട്ടം നന്നായിട്ട് വർദ്ധിപ്പിക്കുന്നതിനും വേദനയും ഡിസ്കംഫർട്ടും ഉണ്ടാകുന്നത് പ്രിവെന്റ് ചെയ്യുന്നതിനും ഒരു പരിധി വരെ നിങ്ങളെ സഹായിക്കുന്നുണ്ട് കേട്ടോ. രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇന്റിമേറ്റ് ഹൈജീൻ നന്നായിട്ട് നോക്കുക. അതുപോലെ തന്നെ നമ്മൾ ഡ്രസ്സസ് ധരിക്കുന്ന സമയത്താണെങ്കിലും അണ്ടർ ഗാർമെന്റ്സ് ഉപയോഗിക്കുമ്പോൾ അത് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് തന്നെ ഉപയോഗിക്കുക. ഇതുപോലുള്ള ഈസ്റ്റ് ഇൻഫെക്ഷനോ മറ്റുള്ള എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻസോ നിങ്ങൾക്ക് പ്രൈവറ്റ് പാർട്ടിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഇന്നേഴ്സ് കഴുകുന്ന സമയത്ത് അത് ചെറു ചൂടുവെള്ളത്തിലിട്ട് ക്ലീൻ ചെയ്തിട്ട് മാത്രം ഉപയോഗിക്കുക. നമ്മളിപ്പോൾ ചൂടുവെള്ളത്തിലിട്ട് സോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് മൂലം വജൈനൽ ഡിസ്ചാർജിലൊക്കെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അത് മുകളിൽ ഒരു പാട പോലെ കെട്ടിക്കിടക്കും. അതിനുശേഷം നിങ്ങൾ നന്നായിട്ട് നമ്മുടെ കല്ലിൽ കൊണ്ടുപോയിട്ട് ഉരച്ച് ആ ഒരു ഭാഗം ക്ലീൻ ചെയ്യുക. അതിനുശേഷം ഇനിയിപ്പോൾ നിങ്ങൾക്കൊന്ന് അയേൺ ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അയേൺ ചെയ്യാന്ന് പറയുമ്പോൾ ഇന്നർ അയേൺ ചെയ്യാന്ന് പറയുമ്പോൾ ചിലപ്പോൾ പലർക്കും വിയേർഡായിട്ട് തോന്നും. പക്ഷെ എന്തെങ്കിലും ബാക്ടീരിയാസ് ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് കില്ല് ചെയ്യാനായിട്ട് അത് സഹായിക്കുമെന്ന് കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടറുടെ വീഡിയോ ഫേസ്ബുക്കിൽ കണ്ടപ്പോഴേക്കും മനസ്സിലായിട്ടോ. അത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഹൈജീൻ മെത്തേഡാണ്. അത് നിങ്ങൾ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഇന്റിമേറ്റ് ഹൈജീൻ ഇഷ്യൂസ് നിങ്ങൾക്കുണ്ടെങ്കിൽ, ചൊറിച്ചിലോ ഈസ്റ്റ് ഇൻഫെക്ഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ റെക്കറൻ്റ് ആയിട്ട് നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ ഡോക്ടറെ കാണുന്നത് നല്ലതാണ്. അതല്ലാത്ത സമയത്ത് നമ്മൾ ഇന്റിമേറ്റ് ഹൈജീൻ പ്രൊഡക്ട്സ് ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. വി വാഷ് പോലുള്ള പ്രൊഡക്ട്സ് ഒന്നും നമുക്ക് നെസസറി ആയിട്ട് വേണ്ടതല്ല. അതല്ലാത്ത സമയത്ത് ഇതുപോലുള്ള ഹൈജീൻ ഇഷ്യൂസ് കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ ഇന്റിമേറ്റ് ഹൈജീൻ പ്രൊഡക്ട്സ് പോലുള്ള വി വാഷ് ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കുന്നത് കൊണ്ടൊന്നും പ്രശ്നമില്ല കേട്ടോ. അതുപോലെ ഡോക്ടറെ കണ്ടിട്ട് മെഡിക്കേഷൻസ് എടുക്കുന്നത് നല്ലതാണ്. പ്രഗ്നന്റ് ആകുന്ന സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്നത് ശരീരത്തിന് നല്ലതല്ല. ആ കാര്യം നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം കേട്ടോ. അതുപോലെ കോട്ടന്റെ അണ്ടർ ഗാർമെന്റ്സ് നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് നോക്കുക. അത് ബ്രീത്തബിൾ ആയിട്ടുള്ള ഒരുപാട് ടൈറ്റിലല്ലാത്ത അണ്ടർ ഗാർമെന്റ്സ് നിങ്ങൾ യൂസ് ചെയ്യുക. ഒരു ദിവസം 2 തവണ നിങ്ങൾ അണ്ടർ ഗാർമെന്റ് മാറാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തതായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഫെർട്ടിലിറ്റി എക്സസൈസുകളാണ്. ഇത് പെൽവിക്കിന്റെ ഭാഗത്തോട്ട് രക്തയോട്ടം കൂട്ടാനായിട്ട് സാധിക്കുന്നത് വഴി നമ്മുടെ ഒരു പ്രഗ്നൻസി ടൈമിൽ നമുക്ക് ഉണ്ടാകുന്ന ഈ ഒരു ഡിസ്കംഫർട്ട് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നു. ഈ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് നടക്കുമ്പോഴേക്കും ആ ഒരു ചേഞ്ചസുമായിട്ട് നമ്മുടെ ബോഡി ഒരുപാട് നേരത്തെ തന്നെ അഡാപ്റ്റ് ആകാനായിട്ട് തുടങ്ങുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഡിസ്കംഫർട്ട് നിങ്ങൾക്ക് വരുന്നതിനുള്ള ചാൻസസ് അവിടെ കുറയുകയും ചെയ്യും കേട്ടോ. ഇതുപോലുള്ള ഒരുപാട് പ്രഗ്നൻസി സിംറ്റംസിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്തതിന് ശേഷം ഏർലി പ്രഗ്നൻസി സിംറ്റംസ് എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് നിങ്ങൾ നോക്കാം കേട്ടോ. അതിൽ പറയുന്ന പ്രഗ്നൻസി ലക്ഷണങ്ങളും ഞാൻ ഈ പറഞ്ഞ പ്രഗ്നൻസി ലക്ഷണവും ഒന്നും നിങ്ങൾക്കില്ലെങ്കിലും നിങ്ങൾ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. എക്സ്പെക്റ്റഡ് പീരിയഡ് ഡേറ്റിൽ ബ്ലീഡിംഗ് വരുന്നുണ്ടോ എന്ന് നോക്കുക. ഇനി ബ്ലീഡിംഗ് വരുന്നുണ്ടെങ്കിൽ കൂടി തന്നെ പോകുന്ന രക്തത്തിന്റെ അളവ് എത്രത്തോളമാണ് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മോണിറ്റർ ചെയ്യുക. കഴിഞ്ഞ മാസങ്ങളെ അപേക്ഷിച്ച് പോകുന്ന രക്തത്തിൽ എന്തെങ്കിലും വ്യത്യാസം നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന് ശേഷവും എന്തെങ്കിലും പ്രഗ്നൻസി സിംറ്റംസ് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുവരുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഒരു കാർഡ് മേടിച്ചിട്ട് തന്നെ നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും.
അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.